ഇല്ലാത്ത ദ്വീപിന്റെ വാർത്ത വന്നേ. ബ്രിട്ടനിലെ പ്രശസ്തമായ പത്രമായ ദി ഗാർഡിയൻ 1977 ഏപ്രിൽ 1 കയ്യിലെടുത്ത വായനക്കാർ ശരിക്കും ഞെട്ടി. സാൻഡ് സെറിഫ് എന്ന സുന്ദരൻ ദ്വീപിന്റെ വിശേഷങ്ങളായിരുന്നു അതിൽ നിറയെ. വാർത്ത വായിച്ചവരിൽ പലരും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സെയ്ഷൽസിന് സമീപമുള്ള ആ ദ്വീപിലേക്ക് യാത്ര വരെ പ്ലാൻ ചെയ്തു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി അതൊരു ഏപ്രിൽ ഫൂൾ ആയിരുന്നു. രസകരമായ ആ സംഭവ കഥ കേട്ടോളൂ. ഏപ്രിൽ 1 ആളുകളെ എങ്ങനെ ഞെട്ടിക്കാം? ദി ഗാർഡിയൻ പത്രത്തിന്റെ റിപ്പോർട്ടർമാരും എഡിറ്റേഴ്സും തല പുകയ്ക്കുന്ന സമയം. അപ്പോഴാണ് പരസ്യ വിഭാഗത്തിലെ ഫിലിപ്പ് ഡേവിസിന് ഒരു ആശയം തോന്നുന്നത്. ഒറിജിനലിന് പകരം തമാശ വാർത്ത കൊടുത്താലോ? അത് കൊള്ളാം. ആശയം എല്ലാവർക്കും ഇഷ്ടായി. അവരൊന്നുകൂടെ തീരുമാനിച്ചു, ഒരു വാർത്തയിൽ ഒതുക്കേണ്ട 7 പേജ് സപ്ലിമെന്റ് അങ്ങോട്ട് ഇറക്കാം. ഒരു സാങ്കല്പിക ദ്വീപിന്റെ ഭരണപരവും സാമ്പത്തികവും സാംസ്കാരികവുമായ കാര്യങ്ങൾ, ടൂറിസം എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്ന 7 പേജ് സപ്ലിമെന്റ്. വൻ തിരമാലകളും മറ്റും കാരണം ദ്വീപിന്റെ സ്ഥാനം കാലക്രമത്തിൽ മാറാമെന്നുവരെ പത്രം പറഞ്ഞു. അത് വിശദീകരിക്കുന്ന ചിത്രവും ഉണ്ടായിരുന്നു. ഇങ്ങനെയൊരു സപ്ലിമെന്റ് ഇറക്കാനുള്ള കാരണവും പത്രം പറഞ്ഞു. അന്ന് ദ്വീപിന്റെ 10ാം സ്വാതന്ത്ര്യ ദിനമാണത്രേ. വെറുതെ വാർത്തകൾ മാത്രം കൊടുത്താൽ അത് കള്ളമാണെന്ന് വായനക്കാർക്ക് മനസ്സിലാവില്ലേ? പത്രത്തിലെ മിടുമിടുക്കന്മാർ അതിനും വഴി കണ്ടെത്തി. ഒറിജിനൽ പരസ്യങ്ങൾ കൊടുക്കുക. പ്രശസ്ത ഉൽപ്പന്നങ്ങളുടെ ഉടമകളുമായി ബന്ധപ്പെട്ട് അവർ കാര്യം അവതരിപ്പിച്ചു. ആശയം അവർക്കും ഇഷ്ടായി. പരസ്യം നൽകാമെന്ന് ഏൽക്കുകയും ചെയ്തു. പ്രശസ്ത ക്യാമറ നിർമ്മാതാക്കളായ കൊഡാക്കിന്റെ വരെ പരസ്യം പത്രത്തിലുണ്ടായിരുന്നു. സാൻഡ് സെറിഫ് സന്ദർശിച്ച ഫോട്ടോ നിങ്ങളുടെ പക്കലുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരൂ, ഉഗ്രൻ സമ്മാനങ്ങൾ നേടൂ എന്നതായിരുന്നു പരസ്യം. വ്യാജ വാർത്തകൾ എന്നൊന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാലത്താണ് ദി ഗാർഡിയൻ ഇങ്ങനെ ഒരു സാഹസം കാണിച്ചത്. വായനക്കാർ ശ്രദ്ധിക്കാതെ ഇരുന്ന ചില കുസൃതികൾ വാർത്തകളിൽ ഒളിപ്പിച്ചിരുന്നു. അച്ചിടിയുമായി ബന്ധപ്പെട്ട വാക്കുകളായിരുന്നു വാർത്തകളിൽ. ഫോൺസ് ഇല്ലേ, ഈ അക്ഷരത്തിന്റെ ഡിസൈൻ, അതുമായി ബന്ധപ്പെട്ട സാൻഡ് സെറിഫ് എന്ന വാക്കിൽ നിന്നാണ് ദ്വീപിന് പേരിട്ടത്. അർദ്ധവിരാമം അഥവാ സെമിക്കോളൻ പോലെയായിരുന്നു ദ്വീപിന്റെ ആകൃതി. അതിൽ ഒരു ദ്വീപിന്റെ പേര് അപ്പർ കൈസെ, മറ്റേത് ലോവർ കൈസെ. ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്റർ വലിയ അക്ഷരം ഇല്ലേ, അപ്പർ കേസും സ്മോൾ ലെറ്റർ അഥവാ ചെറിയ അക്ഷരം ലോവർ കേസും ആണല്ലോ. ദ്വീപിന്റെ തലസ്ഥാനത്തിന്റെ പേരായിരുന്നു ബോഡോണി. അതും ഒരു ഫോണ്ടാണ്. ദ്വീപിലെ താമസക്കാരെ വിളിക്കുന്നത് ഫ്ലോങ്സ് എന്നായിരുന്നു. അക്ഷരങ്ങൾ ഉണ്ടാക്കുന്ന അച്ഛന് പറയുന്ന പേരായിരുന്നു അത്. ദ്വീപിന്റെ തലവന്റെ പേര് ജനറൽ പൈക്ക. അക്ഷരത്തിന്റെയും മറ്റും വലുപ്പം പറയുന്ന ഒരളവാണ് പൈക്ക. 1 ഇഞ്ചിന്റെ 1/6 അത്. വാർത്ത സത്യമല്ലാന്ന് അറിഞ്ഞപ്പോ കുറെ ആളുകൾ പൊട്ടിത്തെറിച്ചു. പക്ഷെ മിക്കവരും പത്രത്തിന്റെ കുസൃതി ആസ്വദിച്ചു.